നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള ആക്കസ് ഉടമ്പടിയിൽ യു കെയും ഓസ്ട്രേലിയയും ഒപ്പുവെച്ചു. SSN ആക്കസ് ആണവ അന്തർവാഹിനികളുടെ രൂപകൽപ്പന, നിർമ്മാണം, പ്രവർത്തനം എന്നിവ പുതിയ ഉടമ്പടിയുടെ ഭാഗമാകും. സുസ്ഥിരത, തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ, നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയിൽ സഹകരണം സാധ്യമാക്കാൻ ഈ ഉടമ്പടി സഹായിക്കുമെന്ന് യു കെയും ഓസ്ട്രേലിയയും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. 3 ഓക്കസ് രാജ്യങ്ങളുടെയും സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കുക എന്നതാണ് SSN ഓക്കസിന്റെ ലക്ഷ്യം. ഇതുവരെയും പരസ്യമായി പുറത്തിറക്കിയിട്ടില്ലാത്ത ഉടമ്പടി അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. അന്തർവാഹിനികൾ വിതരണം ചെയ്യുന്നതിൽ യു കെയും ഓസ്ട്രേലിയയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ഈ ഉടമ്പടി അടിവരയിടുമെന്നാണ് വിദേശകാര്യമന്ത്രിമാർ അറിയിക്കുന്നത്. ഗാസയിലേക്ക് വിമാനമാർഗം സഹായം എത്തിക്കുവാനും വൈദ്യസഹായം ആവശ്യമുള്ള കുട്ടികളെ ഒഴിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ സ്ഥിരീകരിച്ചു. ഇന്നലെ രാവിലെ ഇത് സംബന്ധിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനോടും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസിനോടും അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി ജോർദാനുമായി സഹകരിക്കാനുള്ള യു കെയുടെ ഉദ്ദേശങ്ങൾ ചർച്ചയിൽ വിശദീകരിച്ചു. മേഖലയിൽ ഒരു ദീർഘകാല പരിഹാരത്തിനും സുരക്ഷയ്ക്കും വഴിയൊരുക്കുന്നതിനുള്ള പദ്ധതികളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് 3 നേതാക്കളും സമ്മതിച്ചു. വൈദ്യസഹായം ആവശ്യമുള്ള കുട്ടികളെ വ്യോമമാർഗം ഒഴിപ്പിക്കുന്നതിനായി ജോർദാൻ പോലെയുള്ള പങ്കാളികളുമായി പ്രവർത്തിക്കുവാനുള്ള പദ്ധതികൾ യു കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രധാനമന്ത്രി ചർച്ചയിൽ വിശദീകരിച്ചു. അടിയന്തരമായി ആവശ്യമായ വെടിനിർത്തൽ ശാശ്വത സമാധാനമാക്കി മാറ്റുന്നതിന് ശക്തമായ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നേതാക്കൾ അറിയിച്ചു. ലണ്ടൻ ട്രാൻസ് പ്ലസ് പ്രൈഡ് 2025 പങ്കെടുത്തത് 10,000-കണക്കിന് ആളുകൾ. സ്ത്രീയുടെ നിയമപരമായ നിർവചനം ജൈവിക ലൈംഗികതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് യു കെ സുപ്രീം കോടതി കഴിഞ്ഞ ഏപ്രിൽ പുറപ്പെടുവിച്ച വിധിയോടുള്ള പ്രതികരണവുമായി നിലനിൽപ്പും പ്രതിരോധവും എന്നതായിരുന്നു ഇത്തവണത്തെ പരിപാടിയുടെ പ്രമേയം. പ്രമേയത്തെ പിന്തുണച്ച് ഇന്നലെ ലണ്ടനിലെ നിരത്തിലിറങ്ങിയത് 1,00,000-ലധികം പേരാണ്. 60,000 എന്ന സ്വന്തം ലോക റെക്കോർഡ് തകർത്ത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രാൻസ് പ്ലസ് പ്രൈഡ് ഇവന്റായി ഇത് മാറി. തലസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിലൂടെ കടന്നുപോയ റാലി പാർലമെന്റ് സ്ക്വയറിലാണ് സമാപിച്ചത്. ഹാർട്ട് സ്റ്റോപ്പറും ഡോക്ടർ ഹു ആക്ടർ യാസ്മിൻ ഫിന്നി ഉൾപ്പെടെയുള്ളവരും സമാപന പരിപാടിയിൽ സംസാരിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും നിർണായക വഴിത്തിരിവ്. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് വിവരങ്ങൾ ബ്രിട്ടൻ ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറി. BJP പ്രവർത്തകനായ വിഘ്നേഷ് ശിവർ അലഹബാദ് ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് വ്യക്തത ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പൗരത്വ സെല്ലിനോട് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ബ്രിട്ടീഷ് ഭരണകൂടത്തെ സമീപിക്കുകയായിരുന്നു. 5 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് വിവരങ്ങൾ ബ്രിട്ടൻ ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയത്. ഈ വിവരങ്ങൾ ഇനി ആഭ്യന്തര മന്ത്രാലയം വിഘ്നേഷ് ശിവർ സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായി കൈമാറും. ഈ രേഖകൾ കോടതിയിൽ ഹാജരാക്കുന്നതോടെ ഹർജി തീർപ്പാക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. 1ാം ഇന്നിംഗ്സിൽ 311 റൺസിന്റെ ലീഡ് വഴങ്ങിയ ഇന്ത്യ 4ാം ദിനം അവസാനിക്കുമ്പോൾ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 174 റൺസ് എന്ന നിലയിലാണ്. ഇപ്പോഴും 137 റൺസ് പിന്നിലാണ് ഇന്ത്യ. KL രാഹുൽ, ശുഭ്മാൻ ഗിൽ എന്നിവരാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ലെയ്സ്റ്റർ കേരള കമ്മ്യൂണിറ്റിയും ലെയ്സ്റ്റർ ഫൈറ്റേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച പ്രഥമ ഓൾ UK വടംവലി മത്സരം ആവേശോജ്വലം. ജഡ്ജ് മീലു സ്കൂളിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ ടസ്കേഴ്സ് കെന്റ് കിങ്സ് ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി. ആതിഥേയരായ ലെയ്സ്റ്റർ ഫൈറ്റേഴ്സും ലെയ്സ്റ്റർ ഹീറോസും ഉൾപ്പെടെ 18ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. 1ാം സമ്മാനമായി 1,500 പൗണ്ടും ട്രോഫിയും ടസ്കേഴ്സ് കെന്റ് കിങ്സ് സ്വന്തമാക്കിയപ്പോൾ 1,000 പൗണ്ടും ട്രോഫിയും അടങ്ങുന്ന 2ാം സ്ഥാനത്തുള്ള സമ്മാനം മല്ലൻസ് നോട്ടിംഗ്ഹാം കരസ്ഥമാക്കി. 750 പൗണ്ടും ട്രോഫിയും അടങ്ങുന്ന
മൂന്നാം സ്ഥാനം അച്ചയൻസ് ഹെർഫോർഡ് ആണ് നേടിയത്. 4-ാം സ്ഥാനം മുതൽ 8-ാം സ്ഥാനം വരെയുള്ള സമ്മാനം യഥാക്രമം സ്റ്റോക്ക് വാരിയേഴ്സ്, ലെസ്റ്റർ ഫൈറ്റേഴ്സ്, സ്റ്റോക്ക് ചാമ്പ്യൻസ്, റോവർ എക്സ്റ്റർ, കൊമ്പൻസ് ബ്ലൂ എന്നീ ടീമുകളും കരസ്ഥമാക്കി. വിവിധ ടീമുകളിൽ നിന്നുള്ള മികച്ച 7 കളിക്കാരെയും മികച്ച പരിശീലകരെയും മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. കൺസർവേറ്റീവ് പാർട്ടിയുടെ കൌൺസിലർ അബ്ദുൾ ഉസ്മാൻ, IPL താരം ബേസിൽ തമ്പി, കൺസർവേറ്റീവ് പാർട്ടി ഈസ്റ്റ് മിഡ്ലാൻഡ് ഹെഡ് ഹനീഫ് ഉസ്മാൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനവും വേദിയിൽ നടന്നു. മലയാളി യുവാവ് UK-യിൽ ബൈക്ക് അപകടത്തിൽ അന്തരിച്ചു. തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശി ജസ്റ്റിൻ പെരേരയുടെ 2ാമത്തെ മകൻ 27 വയസ്സുള്ള ജെഫേഴ്സൺ ജസ്റ്റിനാണ് അന്തരിച്ചത്. UK-യിലെ ലീഡ്സിൽ A647 കനാൽ സ്ട്രീറ്റിലെ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ കഴിഞ്ഞ ദിവസം വൈകിട്ട് ബൈക്കിൽ സഞ്ചരിക്കുകയാണ് അപകടമുണ്ടായത്. റോഡിന്റെ വളവിൽ ബൈക്ക് സ്കിഡ് ആയതിനെ തുടർന്ന് തല മതിലിടിച്ചതാണ് മരണം സംഭവിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായി എത്തിയ ജെഫേഴ്സൺ പഠനശേഷം ലീഡ്സിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ജെഫേഴ്സന്റെ ലൈസൻസിൽ നിന്ന് വിലാസം മനസ്സിലാക്കിയ പോലീസ് താമസ സ്ഥലത്തെത്തി വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അപകട വിവരം ബന്ധുക്കൾ അറിഞ്ഞത്. UK-യിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലി ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. കർക്കിടക വാവ് ദിനത്തിൽ രാവിലെ നടന്ന ചടങ്ങിൽ 100 കണക്കിന് ഭക്തർ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി. ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സംഘാടകർ ഏർപ്പെടുത്തിയിരുന്നതിനാൽ തിരക്കുകൾ അനുഭവപ്പെട്ടിരുന്നില്ല. രാവിലെ മുതൽ നടന്ന ചടങ്ങിന് ക്ഷേത്ര മേൽശാന്തി അഭിജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിലഹവനം, ക്ഷേത്രപൂജകൾ എന്നീ ചടങ്ങുകൾക്ക് വടക്കേ വെളിയില്ലം വിഷ്ണുരവി, താഴൂർമന ഹരിനാരായണൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയെ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കോട്ടയത്തും എറണാകുളത്തും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ 2 ദിവസത്തിനുള്ളിൽ 172 വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായി. 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. എറണാകുളം ജില്ലയിൽ 2 ദിവസത്തിനിടെ 19 വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായി. 1 വീട് പൂർണ്ണമായും തകർന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.